ADGP MR അജിത് കുമാറിനെതിരായ ഹർജിയിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ 45 ദിവസത്തെ സമയം ചോദിച്ച് വിജിലൻസ്. അന്വേഷണം പൂർത്തിയായില്ല എന്ന് വിജിലൻസ് അറിയിച്ചു. മെയ് 6-ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി കേസ് വീണ്ടും പരിഗണിക്കും. അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അനന്തൻ, ഇത് MR അജിത് കുമാറിനെ എതിരെയുള്ള അന്വേഷണത്തിൽ ഏകദേശം ഒരു ക്ലീൻ ചിറ്റ് എന്നുള്ളതായിരുന്നു വാർത്ത വന്നിരുന്നത്. ഇപ്പോൾ കോടതിയിൽ എങ്ങനെയാണ് വിജിലൻസ് വീണ്ടും ഈ 45 ദിവസം എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? രാജീവ്, ഈ ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണം, അതേ തുടർന്നാണ് അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജു ഒരു സ്വകാര്യ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്തത്. ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ADGPക്കെതിരെ അന്വേഷണം വേണമെന്നായിരുന്നു ഈ ഹർജിയിലെ ആവശ്യം. ആ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ വിജിലൻസ് എൻക്വയറി ആരംഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുമ്പോൾ വിജിലൻസ് എൻക്വയറി നടക്കുകയാണെന്നാണ് കോടതിയെ വിജിലൻസ് അറിയിച്ചത്. പിന്നീട് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് കോടതി ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. ഇന്ന് കോടതി വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ വിജിലൻസ് അറിയിച്ചത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ 45 ദിവസത്തെ സാവകാശം വേണമെന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ മെയ് 6-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കാം, അപ്പോഴേക്കും റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിജിലൻസിനോട് നിർദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് വൈകുന്നതെന്ന് കോടതി ചോദിച്ചു വിജിലൻസിനോട്. അപ്പോൾ വിജിലൻസ് നൽകിയ മറുപടി ഇതിൽ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഈ അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ സംഘം റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിരുന്നു. ആ വിജിലൻസ് റിപ്പോർട്ട് ഡയറക്ടർ സർക്കാരിനും കൈമാറിയിട്ടുണ്ട്. അതിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന വിശദാംശങ്ങളാണ് ഉള്ളത്. അതായത് ഈ വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ക്രമക്കേടുകളില്ല എന്നാണ് വിജിലൻസ് എൻക്വയറിയിൽ കണ്ടെത്തിയിരിക്കുന്നത്.